അപ്പം നമുക്ക് 7/2 എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായത്? 4/2 കുറക്കണം 3/2 അല്ലേ? ഇത് നമ്മുടെ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ചിട്ട് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് എന്ന് പറയുന്നത് കർണം സ്ക്വയർ കുറക്കണം പാദം സ്ക്വയർ സമം ലംബം സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? എന്തായിരുന്നു നമുക്ക് വേണ്ടത്? 7 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരാണ് വരക്കേണ്ടത് അല്ലേ? അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? ഇതിൻ്റെ ഒരു റഫായിട്ടുള്ളൊരു ചിത്രം നോക്കാം. അതായത് അതിങ്ങനെ വരും. ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് √7. ഇത് എത്രയാണ്? √7 സെൻറ്റിമീറ്റർ. ഇങ്ങനെയുള്ള ചിത്രമാണ് നമുക്ക് വരുന്നത്. ഇത് വെച്ചുകൊണ്ട് എന്ത് വേണം? ഈ √7 സെൻറ്റിമീറ്റർ നീളമുള്ള അല്ലെങ്കിൽ 7 സെൻറ്റിമീറ്റർ ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരാണ് വരക്കേണ്ടത്. അപ്പം നമുക്ക് ഈ വശം നീട്ടി വരയ്ക്കുകയാണ് വേണ്ടത്. അതായത് ഈ √7 എന്ന് പറയുന്ന ആ വശം നീട്ടി വരക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 7 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം കിട്ടുന്നത്. അപ്പം നമുക്കതെങ്ങനെ വരക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരക്കാം. എന്താ ചെയ്യേണ്ടത്? 3 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യുക? ഇത് 3 സെൻറ്റിമീറ്റർ. പ്രൊട്രാക്ടർ വെക്കാം. ഈ അറ്റത്ത് വെക്കണം. ഏതറ്റത്താണ്? ഇപ്പുറത്തെ അറ്റത്ത് പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്യണം. അതായത് 90 ഡിഗ്രി മാർക്ക് ചെയ്യണം. എത്ര വരും 90 ഡിഗ്രി? എവിടെ വരും നോക്കാം. 90 ഡിഗ്രി മാർക്ക് ചെയ്യണം. അതായത് ലംബമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതിങ്ങനെ നീട്ടി വരച്ചോളാം. ഇനി എന്ത് ചെയ്യണം? കോമ്പസ് ഉപയോഗിച്ചിട്ട് സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്ക് കർണം വരക്കണം അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കോമ്പസ് എടുക്കണം, സ്കെയിൽ വെക്കണം, 4 സെൻറ്റിമീറ്റർ അളന്നെടുക്കണം. അപ്പം എങ്ങനെയാണ് 4 സെൻറ്റിമീറ്റർ അളന്നെടുക്കുന്നത്? 4 സെൻറ്റിമീറ്റർ. എന്നിട്ട് എന്ത് വേണം? ഇതിൻ്റെ ഈ അറ്റത്ത് കോമ്പസ് കുത്തിയിട്ട് ഈ നമ്മൾ വരച്ച ലംബത്തിൻ്റെ ബരനെ മുറിക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് എന്ത് വേണം? ഇത് യോജിപ്പിച്ച് വരക്കണം. ഈ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ബിന്ദുവിൽ നിന്ന് താഴേക്ക് വരെ എന്ത് വേണം? യോജിപ്പിച്ച് വരക്കണം. ഇത് എത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു? 4 സെൻറ്റിമീറ്റർ. നമുക്ക് 4 സെൻറ്റിമീറ്റർ കിട്ടും അല്ലേ? അപ്പം ഇതെത്രയായിരിക്കും? ഇതാണ് നമ്മുടെ √7 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ √7 എന്ന് പറയുന്നത് ഇതാണ്. ഇനി എന്ത് ചെയ്യണം? ഇനി ഈ താഴത്തെ പാദവശം ഒന്ന് നീട്ടി വരക്കാം. താഴത്തെ പാദവശം ഒന്ന് നീട്ടി വരക്കാം. എന്നിട്ട് എന്ത് വേണം? കോമ്പസ് എടുത്തിട്ട് ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം ഇല്ലേ? അതായത് ഈ ബിന്ദു ലംബ ബിന്ദുവിലേക്കുള്ള ദൂരം അതെടുത്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ രേഖേന മുറിക്കാം. അതേപോലെ ഇവിടുന്ന് കുത്തിയിട്ട് ഇവിടെ ഒരു ചാപം വരച്ചു കൊടുക്കാം. അതുപോലെ എന്ത് ചെയ്യുക? ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഈ ചാപത്തെ ഒന്ന് മുറിച്ചു മാറ്റാം. ഇനി എന്ത് വേണം? ഈ ബിന്ദു ഇല്ലേ? ഈ ബിന്ദുക്കൾ യോജിപ്പിക്കുക. ഏതെല്ലാണ്? അപ്പം ഇതിങ്ങനെ താഴേക്ക് വരക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു സമചതുരം കിട്ടും. അപ്പം മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മളിത് വരക്കാൻ പോകുന്നത്.